أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا محمد خاتم النبيين وعلى جميع الأنبياء والمرسلين وآل كل والصحابة أجمعين. ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനമുള്ള ഉലമാക്കളെ, ഉമറാക്കളെ, ബഹുമാനപ്പെട്ട സഹല് ഉസ്താദ് നിൽക്കുന്ന സ്ഥലം കാണുക, അവർ നേതൃത്വം നൽകുന്ന മഹല്ലൊന്ന് സന്ദർശിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ പ്രസംഗിക്കുന്ന ആളല്ല എന്ന് സഹൽ എന്നവരുടെ വാക്കിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഒരു കുറഞ്ഞ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറയുന്നത് നല്ല കാര്യമാണെന്ന് മനസ്സിലാക്കി ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അറേബ്യ ഒരു കാലത്ത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള അറേബ്യ, എഴുത്ത് അറിയാത്തവർ, വായിക്കാൻ അറിയാത്തവർ, പാഠശാല എന്താണ്, ഉസ്താദുമാർ, വിദ്യാർത്ഥികൾ ഇതെന്തൊക്കെയാണ്, ഇതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അജ്ഞാതമാണ്. കാലികളെ വിട്ട് തീറ്റി മേക്കാൻ പറ്റുന്നൊരു പ്രായമെത്തിയാൽ അതാണ് അവരുടെ ജോലി. സ്കൂളിലേക്ക് മദ്രസയിലേക്കൊന്നും പോകുന്ന ഏർപ്പാടില്ല, അങ്ങനത്തൊരു പരിപാടി അറിയില്ല. നിങ്ങൾ ചിന്തിക്കണം, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അവരുടെ പഴയകാല അവസ്ഥ അനുസ്മരിക്കുന്ന ഒന്ന് രണ്ട് വാക്കുകൾ. അവർ ഖലീഫയായി ലോകം മുഴുക്കെ അവരെ ആദരിച്ചു. അങ്ങനെ അവർ ഖലീഫയായി കൊണ്ടിരിക്കുമ്പോൾ ഹജ്ജിന് വരുന്നു. വജ്നാൻ എന്ന് അക്കാലത്ത് പേര് പറയുന്ന മല പർവ്വതത്തിൻ്റെ അരികിലെത്തിയപ്പോൾ കൂടെയുള്ളവരോട് പറയുന്നു, കുന്തു അർആ ഇബിലൽ ഖത്താബി ഫി ഹാദൽ വാദി. ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ, എൻ്റെ കുട്ടിക്കാലത്ത് ഈ കാണുന്ന മലയുടെ ഇറക്കിൽ, ഈ താഴ്വരയിൽ മേക്കുന്ന ജോലി എടുത്തിരുന്നു. എന്തിനു മേച്ചു? ഇബിലൽ ഖത്താബ്, എൻ്റെ പിതാവ് ഉമർ ഇബ്നുൽ ഖത്താബാണല്ലോ. ഖത്താബ് എന്ന എൻ്റെ പിതാവിൻ്റെ ഒട്ടകങ്ങളെ. വക്കാന ഫവ്വൻ, കർക്കശ സ്വഭാവക്കാരനാണ് ബാപ്പ. യുത്ഇബുനി ഇദാ അമിൽതു, പണിയെടുക്കുകയാണെങ്കിൽ നല്ലപോലെ പണിയെടുപ്പിക്കും.
വയളിരിബുനി ഇദാ ഖസ്സർ, അതിൽ വീഴ്ച കണ്ടാൽ പൊതിരെ അടിക്കുകയും ചെയ്യും. ഈ ഒരു രൂപത്തിൽ ഈ മലയുടെ ഇറക്കിൽ ഞാൻ ഒട്ടകങ്ങളെ മേച്ചു എൻ്റെ കുട്ടിക്കാലത്ത്. വ അലയ്യ മിദ്റഅത്തു സൂഫ്, രോമം കൊണ്ടുണ്ടാക്കിയ ഒരു ഇടയന്മാർ ധരിക്കുന്ന ഒരു കുപ്പായമാണ് എൻ്റെ മേത്തുള്ളത്. തുണി കുപ്പായം അങ്ങനെ രണ്ടൊന്നുമില്ല. ഈ ഒരവസ്ഥ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾക്കുണ്ടായെങ്കിൽ, ഇവർ ഖുറൈശ് തറവാട്ടിൽ ജനിച്ചവരാണ്. ഏറ്റവും ഉന്നത തറവാട്ടിൽ പിറന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അവസ്ഥ ഇതാണെങ്കിൽ, അവിടെയുള്ള മറ്റു കുടുംബങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ഊഹിച്ചാൽ മതി. ഇങ്ങനെ വേറൊരു ജോലിയും അവർക്കറിയില്ല. കാലികളെ വിട്ട് തീറ്റാൻ പറ്റുന്ന പ്രായമായാൽ തായ്വരകളിലും കാടുകളിലുമായി കഴിഞ്ഞുകൂടുന്നു. ഇങ്ങനെ ഇവർ കാട്ടാളന്മാരായി മാറുന്നു. കർക്കശ സ്വഭാവക്കാരും ക്രൂരന്മാരുമായി മാറുന്നു. നിങ്ങൾ ചിന്തിക്കണം, വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ വല്ല വജുഹുഹു മുസ്വദ്ദം വഹുവ കളീം. ഈ ഒരവസ്ഥ അവർക്കുണ്ടാകണമെങ്കിൽ അവരുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം എത്ര കണ്ടായിരിക്കണം. വഇദാ ബുശ്ശിറ അഹദുഹും, അവരിൽ ഒരാളോട് വിവരമറിയിച്ചു, ബിൽ ഉൻസ, നിനക്കൊരു പെൺകുഞ്ഞ് ജനിച്ചിട്ടുണ്ട് എന്ന്. നിനക്കൊരു പെൺകുട്ടി ജനിച്ചിട്ടുണ്ട് എന്ന വാർത്ത അറിയിക്കുമ്പോൾ വല്ല വജുഹു മുസ്വദ്ദ, ഇവൻ്റെ മുഖം കറുത്ത് മ്ലാനമാകുന്നു. വഹുവ കളീം, അടക്കാൻ കഴിയാത്ത കനത്ത ദുഃഖം കൊണ്ട് അവൻ്റെ ഹൃദയം നിറഞ്ഞു പോകുന്നു. ഇനി അവൻ ചിന്തയിലാണ്, യതവാറാമിനൽ ഖൗമി, ജനമധ്യത്തിൽ നിന്ന് അവൻ മാറി നിൽക്കുന്നു. എന്താണ് അവൻ ചിന്തിക്കുന്നത്? അയുംസിക്കുഹു, ഈ പെൺകുഞ്ഞിനെ ജീവനോടുകൂടി കുഴിച്ചു മൂടാതെ ഞാൻ പോറ്റണമോ? എങ്കിൽ അലാഹൂൻ, അത് അപമാനമാണ്. അതല്ല, ഇന്നത്തെ അന്തസ്സിന് വേണ്ടി യദുസ്സുഹു ഫി തുറാബ്, ഇതിനെ മണ്ണിൽ കുഴിച്ചു മൂടേണമോ എന്ന്. ഞാൻ പറയുന്നത്, ഇത്രത്തോളം ഹൃദയ കാഠിന്യമുള്ള ഒരു ജനവിഭാഗമാണ് അക്കാലത്ത് അറേബ്യയിലുണ്ടായിരുന്നത്. ഈ ഒരു സമൂഹത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരിടാനുള്ളത്. നബി തങ്ങൾ എന്ത് ചെയ്തു എന്ന് ഞാൻ ചിന്തിക്കും. ഞാൻ നീട്ടിപ്പോകുന്നില്ല. 8 മണിയോടുകൂടി ഇൻഷാ അല്ലാഹ് പ്രസംഗം നിർത്തും. ഒരു 5 മിനിറ്റ് കൂടി. പിന്നെ എന്ത് ചെയ്തു എന്ന് ഇവരെ നിബിതങ്ങൾ മാറ്റിയെടുത്ത്, അന്ത ഇക്സീറും വഗാലി, തങ്ങൾ തൊട്ടതിനെയൊക്കെ പൊന്നാക്കി മാറ്റുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ജനങ്ങളെ ഉപദേശിച്ച് ഇവരെ ആകെ മാറ്റിയെടുത്ത്, അന്നുണ്ടായിരുന്ന അറബികൾ ഇന്ന് ലോക ജനതക്കാരാണെന്നറിയാമോ? അവർ വിജ്ഞാന സാഗരങ്ങൾ ആണ്, ഇൽമിൻ്റെ ബഹറുകൾ ആണ്, സദാചാര ആചാര്യന്മാരാണ്, ലോക ജനതയ്ക്ക് അനുകരിക്കാൻ പറ്റുന്നവരാണ്. ഹുമുൽ ഖൗമു ഫാഖുൽ ആലമീന മനാഖിബ മഹസീനും തുകാ വആയാതും തുർവാ. ഹുമുൽ ഖൗം, അവരാണ് ഉന്നതന്മാർ. ഫാഖു, അവർ മേലെയാണ്. അൽ ആലമീന, ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും ഉപരിയാണ്. മനാഖിബ, വിശിഷ്ടമായ ഗുണങ്ങളിലൊക്കെയും അവർ മേലെ. മഹാസിനുഹും തുഹക്ക, അവരുടെ നന്മകൾ എടുത്തു പറയപ്പെടുന്നു. വആയാതുഹും തുർവ, അവരുടെ അത്ഭുത സിദ്ധികൾ തലമുറ തലമുറയായി കൈമാറി. മാത്രമല്ല, നിർജീവ വസ്തുക്കളെ വരെ നിയന്ത്രിക്കാൻ കഴിവുള്ളവരാക്കി മാറ്റിയില്ലേ? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഖലീഫയായി കൊണ്ടിരിക്കുമ്പോൾ വഖഅത്ത് സൽസലത്തും ഫിൽ മദീന, മദീനയിൽ ഭൂമി കുലുക്കമുണ്ടാകുന്നു. നമ്മൾ എന്തു ചെയ്യും? ഭൂമി കുലുങ്ങിയാൽ ഓടുമല്ലേ? എങ്ങോട്ട് ഓടുന്നു? ഭൂമി ആകെ കുലുങ്ങിയാൽ. ആ സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരെ കയ്യിലുണ്ടായിരുന്ന ചാട്ട കൊണ്ട് ഭൂമിക്കൊരടി കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഉസ്കുനി ബിഇദ്നില്ലാ, അടങ്ങ്. ഭൂമിയോടാണ് അടങ്ങാൻ പറയുന്നത്. ഫസക്കനത്, ശാന്തമായി. മദീനയിൽ
ഭൂകമ്പമുണ്ടായില്ല. അതേ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ തന്നെ മറ്റൊരു സംഭവം, വഖഅത്ത് ഹരീഖുൻ, മദീനയിൽ ഒരു തീപിടുത്തമുണ്ടായി. ഇന്ന് ഫയർഫോഴ്സ് വേണം, മറ്റെന്തെങ്കിലും വേണം. വിവരം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയുമ്പോൾ അവരുടെ എഴുത്ത് തീയിലേക്ക് അങ്ങ് ഇടാൻ പറഞ്ഞു. എന്താ ഇതിലുള്ളത്? ഉസ്കുനി ബി ഇതിനില്ല, അള്ളാഹുവിൻ്റെ ഇതിന് കൊണ്ട്, അള്ളാഹുവിൻ്റെ വേണ്ടുക കൊണ്ട് തീ നീ അടങ്ങിപ്പോളണം. ഈ എഴുത്ത് അതിലിട്ടോടുകൂടെ തീ പൊലിഞ്ഞുപോയി. ഈ രൂപത്തിൽ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ മാറ്റിയെടുത്തത് ആരാണെന്നോ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഞാൻ നീട്ടിപ്പോകുന്നില്ല, നീളുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇതൊരു ഉമർ എന്നവരുടെ കഥയല്ലേ എന്ന്. എന്നാൽ ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മാത്രം കഥയല്ല. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഴുവൻ സ്വഹാബത്തും അസ്ഹാബി കന്നുജൂം എല്ലാം നക്ഷത്ര തുല്യരാണ്. അവരൊക്കെയും വഴികാട്ടികളാണ്. അവരുടെയൊക്കെയും ആയാത്തുകൾ, അത്ഭുത സിദ്ധികൾ ലോകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, കൈറവാൻ ആഫ്രിക്കയിലെ, ഇന്നിവിടെ വരുന്നുണ്ടല്ലോ ആഫ്രിക്കക്കാര്, ആഫ്രിക്കയിലെ കൈറവാൻ എന്ന രാജ്യം പട്ടണം അന്ന് മുമ്പ് കാട് നിറഞ്ഞു നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഫാത്തായി 40 കൊല്ലം കഴിഞ്ഞ ശേഷം നടക്കുന്ന സംഭവമാണ്. അവിടെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സ്വഹാബത്ത് അവിടെ വന്നിട്ട് അക്കൂട്ടത്തിൽ ഉഖബത്ത് ഇബ്നു നാഫിഇനിൽ ഫിഹ്രി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അവിടെയുള്ള കൈറവാൻ എന്ന് പറയുന്ന കാട്, വക്കാന വലിയ കാടുകൾ, മരക്കൂട്ടങ്ങളും കാടുകളും നിറഞ്ഞു നിൽക്കുന്ന വലിയ വനം. ആ വനത്തിലാകട്ടെ അത് വക്കാന മഅ്വൻ ലിസ്സിബാഇ വൽ ഹയ്യാത്ത്, അതിലെല്ലാ തരം ജീവികളുമുണ്ട്. കാട്ടുജീവികൾ, മനുഷ്യന്മാരെ ഉപദ്രവിക്കുന്നതും അല്ലാത്തതുമായ ജീവികൾ നിറഞ്ഞു നിൽക്കുന്ന ആ കാട്, അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് കൈറവാനിലെ പ്രസിദ്ധമായ പള്ളി, ലോകത്ത് കൈറവാൻ അറിയപ്പെടുന്നത് തന്നെ ആ പള്ളി കൊണ്ടാണ്. അവിടെ പള്ളിയെടുക്കാൻ വേണ്ടി മഹാനരായ ഉഖബത്ത് ഇബ്നു നാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ തീരുമാനിച്ചു. എന്നിട്ട് അവരൊറ്റ പ്രഖ്യാപനം. ആരോടായി പറയണതെന്നറിയോ? ബുദ്ധിയുള്ള മനുഷ്യന്മാരോടല്ല, ആ കാട്ടിലുള്ള ജീവികളോട്, ആ കാട്ടിലുള്ള സിംഹങ്ങളോട്, അവിടെയുള്ള സർപ്പങ്ങളോട്. സയ്യിദുനാ ഉഖബത്ത് ഇബ്നു നാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നത് എന്താണ്? അയ്യത്തുഹൽ ഹയ്യാത്തു വസ്സിബാ, അയ്യത്തുഹൽ ഹയ്യാത്ത്, ഓ സർപ്പങ്ങളെ, വസ്സിബാഉ, ഹിംസ്ര ജന്തുക്കളെ, മനുഷ്യന്മാരോട് ക്രൂരമായി പെരുമാറുന്ന ജീവികളെ, ഇർഹലു അന്നാ, ഈ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ സ്ഥലം വിട്ടോളണം. പാമ്പുകളോട്, സിംഹങ്ങളോട്, പുലികളോട്, അവിടെയുള്ള മറ്റ് ജന്തുക്കളോട്. സ്വഹാബി വര്യനായ ഉഖബത്ത് ഇബ്നു നാഫി റളിയല്ലാഹു അൻഹുവിന്റെ പ്രഖ്യാപനം, ഇർഹലു അന്നാ, ഇവിടെ നിങ്ങൾ സ്ഥലം വിട്ടോളണം. ഫഇന്നാ നാസിലൂൻ, ഞങ്ങൾ ഇവിടെ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അസ്ഹാബുമാരാണ്, അവിടുത്തെ അനുയായികളാണ്, സ്വഹാബാക്കളാണ്. ഞങ്ങൾ ഈ സ്ഥലത്ത് ഇറങ്ങി ഇവിടെ ഞങ്ങൾ പള്ളിയുണ്ടാക്കി ഇവിടെ താമസിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് പുലികളെ, സിംഹങ്ങളെ, പാമ്പുകളെ സ്ഥലം വിട്ടോളണം എന്നൊരു പ്രഖ്യാപനം കൊടുത്തതിന് ശേഷം പറയുന്നു, ഫമൻ റഅയ്നാഹു ബഅദ ദാലിക, ഈ പ്രഖ്യാപനം നടത്തി നിങ്ങൾ കേട്ടില്ലേ, ഇത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് വരും. ആ സമയത്ത് ഞങ്ങൾ നിങ്ങളിൽപ്പെട്ട ആരെ കണ്ടാലും ഖതൽനാഹു, ഞങ്ങൾ വധിച്ചു കളയും, ഞങ്ങൾ കൊന്നുകളയും എന്ന് ബഹുമാനപ്പെട്ട ഉഖബത്ത് ഇബ്നു നാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അങ്ങോട്ട് പറഞ്ഞപ്പോൾ അതാ അവിടെയുള്ള സിംഹങ്ങൾ സ്ഥലം വിടുന്നു, പുലികൾ കാട് ഒഴിവാക്കി കൊടുക്കുന്നു, വിഷജന്തുക്കൾ മാറിപ്പോകുന്നു, കുട്ടികളെയും ഏറ്റിക്കൊണ്ട് ജന്തുക്കൾ പോകുന്ന ഈ പോക്ക്. ആ വനവാസികളിൽ ഒരുപാട് ഗോത്രക്കാരുണ്ട്. ആ ഗോത്രക്കാരിൽ എമ്പാടും ആളുകൾ ഈ രംഗം കണ്ടു.
ഉഖ്ബത്ത് ഇബ്നു നാഫി എന്ന് പറയുന്ന സ്വഹാബിയുടെ പ്രഖ്യാപനം കേട്ടുകൊണ്ട് വനത്തിൻ്റെ ഉള്ളിൽ നിന്ന് കുട്ടികളെയുമായി സ്ഥലം വിടുന്ന ഈ ജന്തുക്കളുടെ പോക്ക് അവിടെയുള്ള ഗോത്ര സമൂഹങ്ങൾ കണ്ടിട്ട് ഫാസ്ലമു, അവരൊക്കെയും ഇസ്ലാമിലേക്ക് വന്നു. മാന്യ സഹോദരന്മാർ ചിന്തിക്കണം, ഞാൻ ഈ പറയുന്നത് അറേബ്യയുടെ പഴയകാല ചരിത്രം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളടക്കമുള്ള ഒരു രോമത്തിൻ്റെ ഒരു കീറിയ കുപ്പായം ധരിച്ച് തായ്വരകളിൽ ഒട്ടകത്തെയും ആടുകളെയും മേച്ച് ജീവിക്കുന്ന ആ സമൂഹത്തെ മാറ്റിയെടുത്തിട്ട് ഭൂമിയെ നിയന്ത്രിക്കാൻ കഴിവുള്ളവർ, വിഷജന്തുക്കളെ നിയന്ത്രിക്കാൻ കഴിവുള്ളവർ, ലോകത്തിന്റെ നേതാക്കളായി ഉയർത്തിയ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? റഹ്മത്തുൽ ലിൽ ആലമീനാണ്. അവരുമായി ബന്ധപ്പെടുന്നതാണ് നമ്മുടെ വിജയം. നമുക്കെങ്ങനെ ബന്ധപ്പെടാൻ കഴിയും? സ്വലാത്ത് പെരുപ്പിക്കുക, കണക്കില്ലാതെ സ്വലാത്തുകൾ ചെല്ലുക. എന്നാൽ നബിതങ്ങളുമായി നമുക്ക് പ്രത്യേകമായ ബന്ധം, ആത്മീയ ബന്ധമുണ്ടാകുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. മൻ സ്വല്ലാ അലയ്യ ബലഗത്നി സ്വലാത്തുഹു, മൻ സ്വല്ലാ അലയ്യ, ആര് എൻ്റെ മേലിൽ സ്വലാത്ത് നിർവഹിച്ചാൽ ബലഗത്നി സ്വലാത്തുഹു, അവൻ്റെ സ്വലാത്ത് ഞാൻ അറിയുന്നുണ്ട്. നബിതങ്ങൾക്ക് ഈ സ്വലാത്തിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കാനായി ഒരു മലക്കിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മലക്ക് പറയുന്നു, നബിയെ, ഇന്ന ആള്, ഇന്ന ആളുടെ മകനായ ഇന്ന ആൾ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നു എന്ന് പറയാനായി മലക്കിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറമെ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. വഖുൽ ഇഅമലു ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ പറയുന്നത്, നമ്മളൊരു സ്വലാത്ത്, എന്താ ചിമ്പരം എന്നാ അവിടെ പറയാ, ചിമ്പരം എന്ന ഈ സ്ഥലത്ത് വെച്ച് നമ്മൾ ഒരു സ്വലാത്ത് നിർവഹിച്ചാൽ അങ്ങകലെ മദീനയിൽ കിടക്കുന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുന്നു, ഇന്ന മനുഷ്യൻ എൻ്റെ മേലിൽ സ്വലാത്ത് നിർവഹിച്ചിട്ടുണ്ട് എന്ന്. ആ സ്വലാത്ത് എനിക്ക് വന്നാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അവന് വേണ്ടി ദുആ ചെയ്യുമെന്ന് ത്വാഹ റസൂലുള്ളാഹി. നമ്മൾ ഉസ്താദുമാരുടെ ദുആ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ നമുക്ക് കിട്ടണമെന്നുണ്ടോ? ആത്മാർത്ഥമായി സ്വലാത്ത് പെരുപ്പിക്കുക. എന്തു മുടക്കാനുള്ളത്? ഏത് സമയത്തും ചൊല്ലിക്കൂടെ? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ചൊല്ലാം. കുട്ടികളെ തൊട്ടിലിൽ ടാട്ടുമ്പോൾ ചൊല്ലാം. ഏത് സമയത്തും ചൊല്ലാവുന്ന സ്വലാത്ത്. അല്ലെങ്കിൽ യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖ് മിൻ ജഹന്നമ ഫീ ഗദി. അല്ലെങ്കിൽ വേറെ എന്തെല്ലാം സ്വലാത്ത്, സ്വലാത്തും വ തസ്ലീമുൻ വ അസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. എല്ലാം സ്വലാത്തുകൾ. എൻ്റെ മേലിൽ സ്വലാത്ത് നിർവഹിച്ചാൽ ബലഗത്നി സ്വലാത്തുഹു, അവൻ്റെ സ്വലാത്ത് എനിക്ക് എത്തും. മാത്രമല്ല അവന് അനുകൂലമായി ഞാൻ ദുആ ചെയ്യും. അതിൻ്റെ പുറമെ വകുതിബ ലഹു സിവാ ദാലിക അശ്റു ഹസനാത്ത്, അതിൻ്റെ കൂടാതെ അവന് 10 ഹസനത്തുകൾ അവൻ്റെ റിക്കാർഡിൽ പതിയുകയും 10 സയ്യിഅത്തുകൾ, കുറ്റങ്ങൾ, പാപങ്ങൾ അവൻ്റെ ഏടിൽ നിന്ന് മാഞ്ഞു പോകുകയും ചെയ്യും. ഇങ്ങനെ ആത്മാർത്ഥതയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹാധിക്യത്താൽ നമ്മിൽ നിന്ന് സ്വലാത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നാൽ നമ്മൾ നബിയുടെ ആളായി മാറും. അങ്ങനെ നബിൻ്റെ ആളായി പോയാൽ വിഷജന്തുക്കളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും. ബുദ്ധിയില്ലാത്ത ജീവികളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും. ബഹുമാനപ്പെട്ട സഫീനത്ത് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ സ്വഹാബിയാണ്. സഫീനത്ത് എന്ന് കപ്പൽ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അത് അവരുടെ സാക്ഷാൽ പേരല്ല, പിന്നെ അവരുടെ സ്ഥാനപ്പേരായി വന്നതാണ് സഫീനത്ത് എന്ന്. ഒരു യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വഹാബികൾ ഈ കെട്ടും പാണ്ഡവുമായി പോകുമ്പോൾ അവരൊക്കെയും ക്ഷീണിതരായി. ആ സമയത്ത് സഫീനത്ത് നിന്ന് നമ്മൾ പറയുന്ന സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അവരുടെ പുതപ്പ് വിരിക്കാൻ കൽപ്പിച്ചു. ആ പുതപ്പിൽ മറ്റുള്ള സ്വഹാബിമാരുടെ അവരുടെ കെട്ടുകൾ, അവരുടെ ചാക്കുകൾ, അവരുടെ സഞ്ചികൾ, അവരുടെ ബാഗുകൾ എല്ലാം അതിലിട്ടു.
എന്നിട്ട് ഈ സ്വഹാബിയോട് നീ ഏറ്റിക്കോ എന്ന് റസൂലുള്ള പറഞ്ഞു. അതോടുകൂടി ആ സ്വഹാബി പറയുന്നു, എത്ര ചുമടുകളേറ്റിയാലും എനിക്ക് ഭാരം വരില്ല, എത്രയും ഞാൻ ഏൽക്കും. കാരണം എന്നെ പറ്റി റസൂലുള്ള പറഞ്ഞു സഫീനത്ത് കപ്പൽ എന്നാണ്, ഏത് ചുമടും ഏറ്റുന്ന എനിക്ക് പ്രശ്നമല്ല. ആ ഭാഗം ഇരിക്കട്ടെ. ഇപ്പറഞ്ഞ സഫീനത്ത് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഒരിക്കൽ കൂട്ടുകാരിൽ നിന്ന് ഒറ്റപ്പെട്ടുകൊണ്ട് അതെവിടെ മദീനത്തല്ല, മക്കയിലല്ല, അറേബ്യൻ രാജ്യത്തല്ല, റോമൻ നാട്ടിൽ. എന്നിട്ട് അതിൻ്റെ വനങ്ങളിൽ കാടുകളിൽ അവരകപ്പെട്ടു. അവർ ചെന്നുപെടുന്നത് തന്നെ ഒരു സിംഹത്തിൻ്റെ മുമ്പിലേക്ക്. നിങ്ങൾ മനസ്സിലാക്കും, സിംഹത്തിൻ്റെ മുമ്പിൽപ്പെട്ടവനെന്താ? ഈ സ്വഹാബിക്ക് യാതൊരു പതറലും സംഭവിച്ചില്ല, യാതൊരു വേജാറും ഉണ്ടായില്ല. ആ സിംഹത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഗൗരവത്തോടുകൂടി പറയുന്നു, യാ അബൽ ഹാരിസ്, ഓ സിംഹമേ, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? അനാ മൗലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആളാണ്, നിനക്കറിയാമോ? ഖാന മിൻ അംരി കൈത വ കൈത, ഞാൻ എൻ്റെ അവസ്ഥിതിയിൽ ഇന്നതൊക്കെ ഉണ്ടായി, എൻ്റെ കൂട്ടുകാരിൽ ഞാൻ ഒറ്റപ്പെട്ട് വഴിതെറ്റിപ്പോയതാണ് എന്ന് ഈ സിംഹത്തോട്, ബുദ്ധിയുള്ളവരോട് പറയുന്ന പോലെ ബഹുമാനപ്പെട്ട സഫീനത്ത് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ ആ സിംഹം അതാ അവരുടെ അരികിലേക്ക് നാം വളർത്തുന്ന നായെ പോലെ വാലാട്ടിക്കൊണ്ടുവരുന്നു. എന്നിട്ട് അവരെ സഫീനത്തെന്നവരെ അനുഗമിക്കുന്നു. എന്തെങ്കിലും ഒരു ശബ്ദം, എന്തെങ്കിലും ഒരു ഒച്ചപ്പാട് കേൾക്കുമ്പോൾ ആ ഭാഗത്തേക്ക് ഈ സിംഹം ഓടിപ്പോകുന്നു. എന്നിട്ട് അവിടെ വല്ലതും ഉണ്ടോ, സഫീനത്തിന് ബുദ്ധിമുട്ട് വരുന്ന വല്ലതുമുണ്ടോ എന്ന് നോക്കി ഇല്ലെന്ന് ബോധ്യപ്പെട്ട ശേഷം വീണ്ടും സഫീനത്തെന്നവരുടെ അരികിലേക്ക് വന്ന് ഇങ്ങനെ അവരനുഗമിച്ച് വഴിയിലേക്ക് കൂട്ടിക്കൊടുത്ത ശേഷം ഫഹം ഹമ, അതൊരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് സഫീനത്ത് റളിയല്ലാഹു അൻഹുവിനോട് യാത്ര പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആളാണ് ഞാൻ എന്ന് പറഞ്ഞത് കൊണ്ടാണ്. ഇത് നമുക്ക് കഴിയും. സ്വലാത്ത് ധാരാളമായി വർദ്ധിപ്പിക്കുക, അവിടുത്തെ സുന്നത്തുകൾ നാം എടുക്കുക, അവിടുത്തെ സ്നേഹം നാം മുറുകെ പിടിക്കുക, അവിടുത്തെ ആളുകളായി ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു തആല നമ്മുടെ ഈമാൻ സലാമത്തരെ പരിപൂർണ ഈമാനോടുകൂടി മരിക്കുന്ന ഭാഗ്യവന്മാരിൽ എന്നെയും നിങ്ങളെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു തആല ഉൾപ്പെടുത്തട്ടെ. അർഹമുർ റഹീമീന റബ്ബേ, മരണ സമയത്തെ ഞങ്ങളുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്താക്കി തരണം റബ്ബേ. റബ്ബേ, ഞങ്ങളെ ഈമാൻ സലാമത്താക്കി തരണം റഹ്മാനെ. റബ്ബേ, ഞങ്ങളുടെ മനസ്സിൻ്റെ വിഷമങ്ങൾ അകറ്റി റാഹത്ത് നൽകണം റഹ്മാനെ. റബ്ബേ, ഞങ്ങളുടെ കടങ്ങൾ വീട്ടണം റഹ്മാനെ. ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ അകറ്റി റാഹത്ത് നൽകണം റഹ്മാനെ. അർഹമുർ റഹീമീന റബ്ബേ, ഞങ്ങൾക്ക് ആരോഗ്യം നൽകണം റബ്ബേ, ആഫിയത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശമനം നൽകണം റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യമാരുടെയും മക്കളുടെയും രോഗങ്ങൾ ശിഫയാക്കണം റഹ്മാനെ. അർഹമുർ റഹീമീന റബ്ബേ, ഞങ്ങളുടെ സദുദ്ദേശങ്ങൾ നിറവേറ്റി തരണം റഹ്മാനെ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റണം റഹ്മാനെ. അർഹമുർ റഹീമീന റബ്ബേ, ഇത്തരം ഒരു സദസ്സ് സംഘടിപ്പിക്കാൻ ഇവിടെ ആരാണോ നേതൃത്വം കൊടുത്തത് അതിലൊന്ന് ബഹുമാനപ്പെട്ട സഹീൽ തന്നെയാണ്. അതുപോലുള്ള മറ്റുള്ള ഉസ്താദുമാരും ഈ നാട്ടുകാരുമായ ഈ പ്രവർത്തകന്മാരുടെ പ്രവർത്തനം പടച്ച റബ്ബേ നീ സ്വീകരിക്കണം റഹ്മാനെ. അതിൻ്റെ ബറക്കത്ത് കൊണ്ട് അവരുടെയും ഞങ്ങളുടെയും മനസ്സ് നന്നാക്കി തരണം റഹ്മാനെ. പടച്ച റബ്ബേ, ഈ സ്റ്റേജിലും ഈ സദസ്സിലും ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നറിയുന്ന മേലായ റബ്ബേ, സൃഷ്ടാവായ റബ്ബേ, സർവജ്ഞനായ റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരുടെയും മാനസികവും ശാരീരികവും സാമ്പത്തികവും കുടുംബപരവുമായ ബുദ്ധിമുട്ടുകൾ അകറ്റി റാഹത്തും സന്തോഷവും നീ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണം റഹ്മാനെ. ഞങ്ങളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യമാരെ നന്നാക്കണം റഹ്മാനെ. ഞങ്ങളെ മക്കൾക്ക് ഹിദായത്ത് നൽകണം റഹ്മാനെ. അർഹമുർ റഹീമീന റബ്ബേ, അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാത്തു രക്ഷിക്കണം റഹ്മാനെ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാക്കണം റഹ്മാനെ. രോഗത്തിലായി നീണ്ടുപോയി നോക്കുന്നവർ ചടച്ചു പോകുന്ന തരത്തിൽ രോഗത്തിൽ നീണ്ടുപോകുന്ന അവസ്ഥ ഞങ്ങൾക്കാർക്കും തരല്ല റഹ്മാനെ. റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബർ ജീവിതം റാഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാനെ. പ്രത്യേകിച്ചും സഹീലിൻ്റെ ഉമ്മയുടെ ഖബർ ജീവിതം സന്തോഷമാക്കി കൊടുക്കണം റഹ്മാനെ.
അർഹമുർ റഹീമീൻ റബ്ബേ, ഈ നാടിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ മുഅ്മിനുകളുടെയും ഖബർ ജീവിതം റാഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാനെ. അർഹമുർ റഹീമീൻ റബ്ബേ, ഈ മജ്ലിസിൻ്റെ ബഹുമാനം കൊണ്ട് സാധുക്കളായ ഞങ്ങളെ നീ സ്വീകരിക്കണം റബ്ബേ, നീ പൊരുത്തപ്പെടണം റബ്ബേ. നിന്റെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പൊരുത്തപ്പെടുന്ന നല്ല ഉമ്മത്തുമാരിൽ ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. ബിജാഹി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 11 സ്വലാത്ത് കൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.